വിദ്യാർത്ഥികളെ, ഒരു സ്മോൾ ടേബിൾ, ഒരു സ്മോൾ ബോക്സ് ഉണ്ടാക്കുക എന്ന വിഷയത്തിലേക്ക് സ്വാഗതം. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് കഴിയും ഒരു സ്മോൾ ടേബിൾ ഉണ്ടാക്കാൻ, ഒരു സ്മോൾ ബോക്സ് ഉണ്ടാക്കാൻ. Materials, tools and equipments: sandpaper, wood screw, Fevicol, hardwood, table saw, chisels, mallet or hammer, measuring and marking tools, clamps, wood glue, wooden mallet or block, sanding tools, finishing supplies, dovetail saw, marking gauge, jack plane, smoothing plane, mortise chisel, drilling machine with bit, bar clamp, wooden pegs, sunmica, hasp and staple, gum strip, hinges. Process. Task 1. ചെറിയ മേശ ഉണ്ടാക്കുക. മെറ്റീരിയലുകളും ഉപകരണങ്ങളും. മേശയുടെ എല്ലാ തടിക്കഷ്ണങ്ങളും ആവശ്യമായ സൈസ് അനുസരിച്ച് പരിശോധിക്കുക. 700 × 425 × 20 ഒരെണ്ണം. പ്ലൈവുഡ് ടോപ്പ് പീസ്. 50 × 50 × 780 നാലെണ്ണം. 120 × 25 × 360 രണ്ടെണ്ണം. 120 × 25 × 610 രണ്ടെണ്ണം. 50 × 25 × 360 രണ്ടെണ്ണം. 50 × 25 × 610 ഒരെണ്ണം. ഡ്രോയിങ്ങിലെ അളവുകൾ അനുസരിച്ച് ആവശ്യമുള്ള വീതിയിലും കനത്തിലും മേശയുടെ എല്ലാ വർക്ക് പീസുകളും പ്ലാൻ ചെയ്യുക. ലെഗ്സ് 45 × 45 × 730 നാലെണ്ണം. ടോപ്പ് സൈഡ് റെയിൽ 115 × 20 × 340 രണ്ടെണ്ണം. ടോപ്പ് ഫ്രണ്ട് ആൻഡ് ബ്ലാക്ക് റെയിൽ 115 × 20 × 590 രണ്ടെണ്ണം. ബോട്ടം റെയിൽസ്. സൈഡ് റെയിൽസ് 35 × 20 × 240 രണ്ടെണ്ണം. ഫൂട്ട് റെസ്റ്റ് റെയിൽ 35 × 20 × 550 ഒരെണ്ണം. ലെഗ്സ് 45 × 45 × 730 നാലെണ്ണം. ഡ്രോയിങ്ങിലെ അളവുകൾ അനുസരിച്ച് മേശ കാലുകളുടെ ആകെ നീളം അടയാളപ്പെടുത്തി ഉണ്ടാക്കുക. ഡ്രോയിങ് അനുസരിച്ച് എല്ലാ ടോപ്പ് റെയിലുകളും ശരിയാക്കാൻ എല്ലാ കാലുകൾക്കും മുകളിൽ ഹാൻച്ച്ഡ് മോർട്ടൈസ് അടയാളപ്പെടുത്തുക. ഡ്രോയിങ്ങിലെ അളവുകൾ അനുസരിച്ച് എല്ലാ കാലുകളുടെയും അടിയിൽ ബ്ലൈൻഡ് മോർട്ടൈസ് അടയാളപ്പെടുത്തുക. ടോപ്പ് സൈഡ് റെയിൽസ്. ഡ്രോയിങ്ങിലെ അളവുകൾ അനുസരിച്ച് എല്ലാ ടോപ്പ് റെയിലുകളുടെയും ആകെ നീളം അടയാളപ്പെടുത്തുക. ചിത്രം 1. ഡ്രോയിങ്ങിലെ അളവുകൾ അനുസരിച്ച് മുകളിലെ റെയിലുകളുടെ രണ്ടറ്റത്തും ഹാൻച്ച്ഡ് ടെനോൺ അടയാളപ്പെടുത്തി ഉണ്ടാക്കുക. ചിത്രം 1. ബോട്ടം സൈഡ് റെയിൽസ്. ഡ്രോയിങ്ങിൽ താഴെയുള്ള സൈഡ് റെയിലുകളുടെ ആകെ നീളം അടയാളപ്പെടുത്തി ഉണ്ടാക്കുക. ചിത്രം 2. ഡ്രോയിങ്ങിലെ അളവുകൾ അനുസരിച്ച് താഴത്തെ സൈഡ് റെയിലുകളുടെ രണ്ടറ്റത്തും ബ്ലൈൻഡ് ടെനോൺ അടയാളപ്പെടുത്തി ഉണ്ടാക്കുക. ഫ്രണ്ട് ആൻഡ് ബാക്ക് ടോപ്പ് റെയിൽ. ഡ്രോയിങ് അനുസരിച്ച് ഫ്രണ്ട് ബാക്ക് ടോപ്പ് റെയിലുകളുടെ ആകെ നീളം അടയാളപ്പെടുത്തി ഉണ്ടാക്കുക. ചിത്രം 3. ഡ്രോയിങ്ങിലെ അളവുകൾ അനുസരിച്ച് പിൻഭാഗത്തും മുന്നിലും മുകളിലെ റെയിലുകളുടെ രണ്ടറ്റത്തും ഹാൻച്ച്ഡ് ടെനോൺ അടയാളപ്പെടുത്തുക. ചിത്രം 3.
ബോട്ടം ക്രോസ് റെയിൽ ഫുട്ട് റെസ്റ്റ്. ഡ്രോയിംഗ് അനുസരിച്ച് അടിഭാഗത്തെ ക്രോസ് റെയിലിന്റെ ഫുട്ട് റെസ്റ്റ് മൊത്തം നീളം അടയാളപ്പെടുത്തി ഉണ്ടാക്കുക. ചിത്രം 3. ഡ്രോയിങ്ങിലെ അളവുകൾ അനുസരിച്ച് താഴത്തെ ക്രോസ് റെയിലിന്റെ രണ്ടറ്റത്തും അടയാളപ്പെടുത്തി ടൺ ഓൺ ഉണ്ടാക്കുക. ടോപ്പ് പ്ലാങ്ക് പ്ലൈവുഡ്. ഡ്രോയിങ്ങിൽ 410x20x660 mm അളവുകൾ അനുസരിച്ച് പ്ലൈവുഡിന്റെ ആകെ നീളവും വീതിയും അടയാളപ്പെടുത്തുക. അസംബ്ലിംഗ് ഓഫ് സ്മോൾ ടേബിൾ. ബ്രഷ് ഉപയോഗിച്ച് എല്ലാ കാലുകളുടെയും മോർട്ടൈസിലും എല്ലാ റെയിലുകളുടെയും ടെനോണിലും ഒരേപോലെ പശ പ്രയോഗിക്കുക. കാലുകളും റെയിലുകളും അവയുടെ മോർട്ടൈസുകളും ടെനോണുകളും ചേർന്ന് കൂട്ടിച്ചേർക്കുക. ബാർ ക്രാമ്പിന് മുകളിൽ ഫ്രെയിം വെക്കുക, അത് ശക്തമാക്കുക. ജോയിന്റുകളുടെ മധ്യഭാഗത്ത് 6 mm ഡ്രിൽ ഹോൾ ശരിയായി ഉണ്ടാക്കുക. വുഡൻ പെഗുകളിൽ പശ പ്രയോഗിച്ച് വുഡ് കൊണ്ടുള്ള കുറ്റി തുറന്ന ഹോളിലൂടെ ഓടിക്കുക. റെയിലുകളിൽ ചോരുന്നതിനും ഇതേ നടപടിക്രമം ആവർത്തിക്കുക. റഫർ ചെയ്യുക നമ്പർ 1.3.63. 7. മുകളിലെ പ്ലൈവുഡുമായി ബന്ധിപ്പിക്കുന്ന ഹോളിൽ അനുയോജ്യമായ മരം സ്ക്രൂകൾ ഡ്രൈവ് ചെയ്യുക. മേശ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് പൂർത്തിയാക്കുക. ടാസ്ക് 2. ചെറിയ പെട്ടിയുടെ നിർമ്മാണം. ഡ്രോയിങ്ങിൽ നൽകിയിരിക്കുന്ന അളവനുസരിച്ച് പ്ലൈവുഡ് കഷ്ണങ്ങൾ അടയാളപ്പെടുത്തി മുറിക്കുക. അറയും പ്ലാനിംഗ് അലവൻസുകളും ഉപയോഗിച്ച്. ഡ്രോയിങ്ങിൽ നൽകിയിരിക്കുന്ന അളവനുസരിച്ച് താഴെയുള്ള എല്ലാ ഫ്രെയിമുകളും താഴത്തെ ഭാഗം ഉപയോഗിച്ച് ചതുരാകൃതിയിൽ വെക്കുക. അടയാളപ്പെടുത്തുക. താഴെയുള്ള ഫ്രെയിമിനായി ഒരു രഹസ്യ ഡോവ്റ്റെയിൽ ജോയിന്റ് ഉണ്ടാക്കുക. ഫെവിക്കോൾ, വയർ നെയിൽ, ചുറ്റിക എന്നിവ ഉപയോഗിച്ച് താഴെയുള്ള ഫ്രെയിം കൂട്ടിച്ചേർക്കുക. താഴെയുള്ള ഫ്രെയിമിന്റെ ചതുരം പരിശോധിക്കുക. നൽകിയിരിക്കുന്ന അളവുകൾ അനുസരിച്ച് താഴെയുള്ള ഫ്രെയിമിന്റെ താഴത്തെ ഭാഗം തയ്യാറാക്കുക. പശയും വയർ നെയിലും ഉപയോഗിച്ച് താഴത്തെ ഫ്രെയിം ഉപയോഗിച്ച് താഴത്തെ ഭാഗം ശരിയാക്കുക. ഫെവിക്കോളും ഗം സ്ട്രിപ്പും ഉപയോഗിച്ച് ഫ്രെയിമിന്റെ മുൻവശത്തും വശങ്ങളിലും സൺ മൈക്ക തയ്യാറാക്കി ഉറപ്പിക്കുക. പശ ഉണങ്ങാൻ അനുവദിക്കുക. സ്മൂത്തിംഗ് പ്ലെയിൻ ഉപയോഗിച്ച് അധിക സൺമിക പ്ലാൻ ചെയ്യുക. താഴെ ഫ്രെയിമിന്റെ മുകൾ ഭാഗത്ത് വുഡ് കൊണ്ടുള്ള റീപ്പർ തയ്യാറാക്കി ഉറപ്പിക്കുക. ഡ്രോയിങ്ങിൽ നൽകിയിരിക്കുന്ന അളവനുസരിച്ച് സൺമിക പ്രതലമുള്ള മുകളിലെ ഫ്രെയിം ലിഡ് തയ്യാറാക്കാൻ അതേ നടപടിക്രമം ആവർത്തിക്കുക. താഴെയുള്ള ഫ്രെയിമും മുകളിലെ ഫ്രെയിമും ലിഡ് ശരിയാക്കി വിന്യസിക്കുക. മുകളിലെ ഫ്രെയിമിൽ ലിഡ് ഫിങ്കിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുക. മുകളിലെ ഫ്രെയിമിൽ ലിഡ് ഫിങ്കുകൾ ഉറപ്പിക്കുന്നതിനുള്ള ഇടം രൂപപ്പെടുത്തുക. 15. മുകളിലെ ഫ്രെയിമിന്റെ ഇടവേളയിലെ ഫിങ്കുകൾ ശരിയാക്കുക. മുകളിലെ ഫ്രെയിം ലിഡ് ഉപയോഗിച്ച് താഴെ ഫ്രെയിമിലെ ഫിങ്കുകളുടെ സ്ഥാനം അടയാളപ്പെടുത്തുക. താഴെ ഫ്രെയിമിൽ ഫിങ്കുകൾ ഉറപ്പിക്കുന്നതിനായി ഇടവേള ഉണ്ടാക്കുക. താഴത്തെ ഫ്രെയിമിന്റെ ഇടവേളയിൽ ഹിങ്കുകൾ ശരിയാക്കി സജ്ജമാക്കുക. സ്ക്രൂ ഹോളിലൂടെ സ്ക്രൂകൾ ശരിയാക്കുക. ബോക്സിന്റെ വിന്യാസം പരിശോധിക്കുക. താഴത്തെ ഫ്രെയിം ഉപയോഗിച്ച് മുകളിലെ ഫ്രെയിമിന്റെ ലിഡ് സ്വതന്ത്ര ചലനങ്ങൾ പരിശോധിച്ച് പാഡ്ലോക്ക് ശരിയാക്കുക. ബോക്സ് പൂർത്തിയാക്കുക. ഒരു സ്മോൾ ടേബിളും സ്മോൾ ബോക്സും എങ്ങനെ നിർമ്മിക്കാമെന്ന് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ പഠിച്ചു.